കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചിറക്കര ദേവീ ക്ഷേത്രം. ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ഷൈജു കോസ്റ്റക്കാവ്. ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറകിൽ തന്നെ കാണാൻ സാധിക്കും. കൊല്ലം ജില്ലയിലെ ചിറക്കര ദേവീ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു ക്ഷേത്രമാണ്. ഒട്ടനേകം വിശേഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ക്ഷേത്രത്തിന്റെ വീഡിയോ നിങ്ങളിലേക്ക് പൂർണ്ണമായി ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ അമ്പലത്തിലെ മണി പോലെ തന്നെ ആ ഒരു ബെല്ലും കൂടെ അമർത്തിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും സുപ്രഭാതം നേർന്നുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ക്ഷേത്രത്തിലെ ഉപാസകനായ കുടുംബത്തിന്റെ പൂർവിക ആചാര്യനെയാണ് യോഗീശ്വരൻ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം കുടുംബത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും കാവലാളും നാഥനുമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. വലിയ ക്ഷേത്രവളപ്പിൽ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. മേലൂട്ടും കീഴൂട്ടും. മേലൂട്ട് ഭഗവതിക്കും കീഴൂട്ട് യോഗീശ്വരനുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ രാജാവിനെ സഹായിക്കാനെത്തിയ ചിറക്കൽ സേനാനായകൻ യോഗീശ്വരനായി മാറിയെന്ന് പറയപ്പെടുന്നു. ഈ സ്ഥലത്ത് യോഗീശ്വരാലയം മാത്രമേ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും നടത്തപ്പെടുന്നത് മറ്റൊരു വിശേഷമാണ്. കുംഭമാസത്തിലെ ഭരണി കാർത്തിക നക്ഷത്രങ്ങളിൽ ഇവിടെ തിരുവുത്സവം നടത്തപ്പെടുകയാണ്. മനോഹരമായ നെടുംകുതിരയെടുപ്പും ഒപ്പം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവ ചന്തയും അന്നേ ദിവസം ഇവിടെ നടത്തപ്പെടുന്നതാണ്. പ്രദേശത്തെ 4 കരകളുടെ പങ്കാളിത്തം ഉത്സവത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും വഹിക്കുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിന് മുൻവശത്തായി ഇരട്ട പന കാണുവാനായി സാധിക്കും. നിരവധിയായ ഐതിഹ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു ക്ഷേത്രം. മനോഹരമായ രീതിയിൽ തടികൾ കൊണ്ടും കൃഷ്ണശിലകൾ കൊണ്ടും നിർമ്മാണം പൂർത്തീകരിച്ച ഈ ക്ഷേത്രത്തിലേക്ക് ദിനംപ്രതി നിരവധിയായ ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. കൊല്ലം ജില്ലയുടെ ഭക്തിയുടെ പാരമ്യതയെ ശതകോടിയിലേക്ക് എത്തിക്കുന്ന ഭദ്രകാളി ക്ഷേത്രം. തൊഴുതു പ്രാർത്ഥിച്ചാൽ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ മംഗളങ്ങളും അരുൾ ചെയ്യുന്ന അഷ്ടഭുജധാരിണിയായ ഭദ്രകാളി ദേവിയും യോഗീശ്വര സ്വാമികളും സാമൂഹം വാണലിടുന്ന പ്രകൃതി സുന്ദരമായ വയലേലകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തിന് ഏറ്റവും നടുവിലായി അങ്ങനെ കിഴക്ക് ദർശനമായി വിരാജിക്കുകയാണ് ദേവിയും യോഗീശ്വരനും. സന്താന സൗഭാഗ്യലബ്ധിക്കായി എത്തിച്ചേരുന്നവർ ക്ഷേത്രത്തിന് പുറകുവശത്തായുള്ള കാവിൽ എത്തിച്ചേർന്നു ശിശുരൂപങ്ങളും ഒപ്പം കരിവളയുമൊക്കെ സമർപ്പിക്കുന്നതും പതിവാണ്. ക്ഷേത്രത്തിന്റെ പുറത്തായി ധർമ്മശാസ്താവും നാഗരാജ ക്ഷേത്രവും മാടനും മറുതയും യക്ഷിയമ്മയുമൊക്കെ കുടികൊള്ളുന്ന ഒരു
മനോഹരമായ ക്ഷേത്ര സമുച്ചയമാണ് ചിറക്കര ദേവി ക്ഷേത്രം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ.
അപ്പോൾ ചിറക്കര ക്ഷേത്രത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. എല്ലാ ഞായറാഴ്ചയും അതേപോലെ തന്നെ മറ്റ് വിശേഷ ദിവസങ്ങളിലൊക്കെ പൊങ്കാല നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇന്നേ ദിവസം ഞാൻ വന്നപ്പോൾ തന്നെ രണ്ടാമത്തെ പൊങ്കാലയാണ് ഇവിടെ ഒരുങ്ങുന്നത്. അപ്പോ ദേവി വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭദ്രകാളി ദേവിയും ഒപ്പം കേരളത്തിലെ ഏറ്റവും വലിയ യോഗീശ്വരാലയവും ഇവിടെ തന്നെയാണ്. അത് കൊല്ലം ജില്ലയില് കല്ലുവാതുക്കലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ, അതായത് കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കല്ലുവാതുക്കൽ നിന്ന് വലതേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചിറക്കര. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.